നഗരത്തിലെ കൊള്ളയുടെ ഫലം കൊണ്ടാണ് CPM ജീവിച്ചു പോകുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ്. മേയർ സ്ഥാനത്തിരുന്ന് V. ശിവൻകുട്ടി മുതൽ കുട്ടി മേയർ വരെ നടത്തിയത് കരിങ്കൊള്ള. വികസനമാണ് BJPയുടെ മുഖമുദ്ര. അതിന് അനുകൂലമായി കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതുമെന്ന് S. സുരേഷ് ജനം TVയോട് പറഞ്ഞു. സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷാണ്. ഇനി മണിക്കൂറുകൾ മാത്രം. എത്രത്തോളമുണ്ട് എല്ലായിടത്തും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തുടനീളമുള്ള ആവേശം? മിഷൻ 2025 എന്ന നിലയിൽ കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുമ്പ് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്ത ഒരു മഹാദൗത്യം, ആ ദൗത്യം പൂർത്തിയാക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നു. നാളെ കൊണ്ട് ദക്ഷിണ കേരളത്തിൽ പരസ്യപ്രചാരണം അവസാനിക്കുകയാണ്. 2 നാൾ കഴിഞ്ഞാൽ ഉത്തര കേരളത്തിലും പരസ്യപ്രചാരണം അവസാനിക്കുന്നു. ഞങ്ങൾ തികച്ചും ആത്മവിശ്വാസത്തോടു കൂടിയാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പാർട്ടി പ്രവർത്തകർ വളരെ ആവേശകരമായിട്ട്, അതോടൊപ്പം തന്നെ വളരെ അഭിമാനത്തോടുകൂടി പാർട്ടി പ്രവർത്തകരെ വിജയിപ്പിക്കാൻ, സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 21,065 സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട്, കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം 4,200ഓളം സ്ഥാനാർത്ഥികളെ കൂടുതൽ രംഗത്തിറക്കിക്കൊണ്ട് 90% വരുന്ന മേഖലകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി, ജില്ലാ പഞ്ചായത്തിൽ 100% സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു വലിയ മുന്നേറ്റം ഇതിനോടകം തന്നെ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ശ്രദ്ധേയമായ രീതിയിൽ കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് റിസൾട്ടിൽ പ്രതിഫലിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം കേരളത്തിൽ BJP വികസിത കേരളം എന്നുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വപ്നം, അത് കേരളത്തിൽ BJP ഉയർത്തി. അതിനെ ഇന്ന് ഞങ്ങളുടെ പ്രവർത്തകർ പ്രാദേശിക ഭാഷ്യം രചിച്ചിരിക്കുകയാണ്. ഇന്ന് ഓരോ വാർഡും വികസിത വാർഡിന് വേണ്ടിയാണ്. ഓരോ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ വികസിത പഞ്ചായത്തിനും വികസിത മുനിസിപ്പാലിറ്റിക്കും വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. കേരളത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ക്രിയാത്മകമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു നാടിൻ്റെ വികസനം, നാടിൻ്റെ ക്ഷേമം, കുടുംബങ്ങളുടെ ക്ഷേമം, തലമുറകളുടെ ക്ഷേമം, ഇതൊക്കെയാണ് വികസിത കേരളം, വികസിതം എന്ന് പറയുന്ന വാക്കിൽ നിന്ന് അന്വർത്ഥമാകുന്നത്. ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് ശ്രീ രാജീവ് ചന്ദ്രശേഖറും BJPയുടെ സംസ്ഥാന ഘടകത്തിന് നേതൃത്വം നൽകാൻ സാധിച്ചു. ഇത് ഇന്നൊരു പുതിയ വികാരമായിട്ട് ഈ കേരളത്തിൽ രൂപാന്തരപ്പെട്ടു വരികയാണ്. മറ്റൊരു പാർട്ടിയും പറയാത്തൊരു കാര്യമുണ്ട്, ഒരു ബ്ലൂ പ്രിൻ്റ് മുന്നോട്ട് വയ്ക്കുന്നത്, വികസനത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് മുന്നോട്ട് വയ്ക്കുക. ആ മുന്നോട്ട് വെച്ചിട്ട് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നൊരു പ്രത്യേക ശൈലി. ഞങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അവിടുത്തെ അഴിമതിക്കെതിരായിട്ടുള്ള അവിടെ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. അവിടുത്തെ വികസന മുരടിപ്പിനെതിരായിട്ടുള്ള കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണ് BJP വന്നാൽ ചെയ്യാൻ സാധിക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള വികസന രേഖകൾ തയ്യാറാക്കി. ആ വികസന രേഖകളും കുറ്റപത്രങ്ങളുമായിട്ടാണ് ജനങ്ങൾക്കിടയിലേക്ക് പോകുന്നത്. ഇതിനുവേണ്ടി നിരന്തരമായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തി, പദയാത്രകൾ, വാഹനജാഥകൾ, അതോടൊപ്പം തന്നെ പ്രതിഷേധ പരിപാടികൾ, ഇങ്ങനെ കഴിഞ്ഞ 8 മാസമായി ഇങ്ങനെ നിരന്തരമായിട്ട് അവിടുത്തെ പരാധീനതകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കുറ്റപത്രവും അവിടുത്തെ സാധ്യതകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വികസന രേഖയും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് BJP പ്രവർത്തനം നടത്തിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് 101 സ്ഥാനാർത്ഥികളുടെയും സംഗമത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് BJPയുടെ മേയർ ജയിച്ചു വരുന്ന ദിവസം മുതൽ, BJPയുടെ മേയർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം മുതൽ എണ്ണിക്കൊണ്ട് 45 ദിവസത്തിനകത്ത് തിരുവനന്തപുരത്ത് സാക്ഷാൽ നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ നമ്പർ 1 നഗരങ്ങളിൽ ഒന്നാക്കുന്നതിന് വേണ്ടിയുള്ള ബ്ലൂ പ്രിൻ്റ് അവതരിപ്പിക്കും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹർഷാരവത്തോടുകൂടിയാണ് തിരുവനന്തപുരം അത് ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ഏത് വാർഡിൽ പോയാലും, ഏത് ചായക്കടയിൽ പോയാലും, ഏത് തെരുവീതിയിൽ പോയാലും, ഏത് ചന്തയിൽ പോയാലും ആൾക്കാർ പറയുന്നത് BJP തിരുവനന്തപുരത്ത് വന്നാൽ നരേന്ദ്രമോദി വരും, ഈ തിരുവനന്തപുരത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ നരേന്ദ്രമോദി വരും എന്നുള്ള ഒരു ചിന്തയും അതിൻ്റെ ചർച്ചയും തിരുവനന്തപുരത്ത് ആകമാനം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ നമ്മൾ പോകുമ്പോൾ ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, അതായത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തന്നെ ചർച്ചയാകുന്ന ഒരു വിഷയമുണ്ട്. കാരണം ഒന്ന് ഈ അഴിമതി, വികസന മുരടിപ്പ്, മറ്റൊന്ന് നഗരസഭയിലെ അഴിമതിയാണ്. അത് വീണ്ടും സംസ്ഥാന അധ്യക്ഷൻ തന്നെ വീണ്ടും എല്ലാ ദിവസവും അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുതിയ അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു ചരിത്രവുമുണ്ട്. അല്ല, ഈ തിരുവനന്തപുരത്ത് അഴിമതി എന്ന് പറയുന്നത് ഞെട്ടലുണ്ടാക്കുന്നതാണ്.
കാരണം അത്രയ്ക്ക് എന്ത് തൊട്ടാലും കൊള്ളയാണ് നടന്നിരിക്കുന്നത്. സാധാരണക്കാരൻ്റെ കുടിവെള്ളത്തിൽ കൊള്ള, ഈ നാട്ടിലെ മാലിന്യത്തിൽ കൊള്ള, ഈ നാട്ടിലെ വൈദ്യുതീകരണത്തിൽ കൊള്ള, ഈ നാട്ടിലെ സോളാർ പാനലിങ്ങിൽ കൊള്ള, ഈ നാട്ടിലെ കിച്ചൺ ബിന്നിൽ കൊള്ള, പട്ടിയെ തെരുവ് നായയെ പിടിച്ച് മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കാത്ത വിധത്തിൽ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കൊള്ള, എവിടെ തൊട്ടാലും കൊള്ള. ആ കൊള്ളയെ സംബന്ധിച്ച് അന്വേഷിക്കുന്നത് സംസ്ഥാന സർക്കാർ അന്വേഷിച്ച് കൊള്ളക്കാരെ കുറ്റവിമുക്തരാക്കുന്നു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 30 വർഷത്തോളമായിട്ട്. ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്തിൻ്റെ മേയറായ അന്നു മുതൽ ഇപ്പോൾ അവസാനം ഇരിക്കുന്ന ശിവൻകുട്ടി മുതൽ കുട്ടി മേയർ വരെയുള്ള എല്ലാവരും ഈ അഴിമതിയിൽ പങ്കാളിയാണ്. മാർക്സിസ്റ്റ് പാർട്ടി തിരുവനന്തപുരത്ത് ജീവിച്ചു പോകുന്നത് തിരുവനന്തപുരം നഗരത്തിലെ കൊള്ളയുടെ ഫലം കൊണ്ടാണ്, കൊള്ളപ്പണം കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ തടിച്ച് കൊഴുത്ത് വീർത്ത് ചീർത്ത് ഈ പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ ഞങ്ങളിന്ന് കണ്ടുപിടിച്ചിരിക്കുക. ഞങ്ങളിന്ന് സാധാരണ രാഷ്ട്രീയക്കാർ നടത്തുന്നത് പോലെ പത്രസമ്മേളനം വെറുതെ കുറേ വാക്കുകൾ കൊണ്ട് പത്രസമ്മേളനം നടത്തലല്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് രാജീവ് ചന്ദ്രശേഖർ വിവരാവകാശപ്രകാരം കിട്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ലോക്കൽ ഫണ്ട് ഓഡിറ്റിങ്ങിൻ്റെ ഔദ്യോഗിക രേഖകളും മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇവിടെ മേയറുടെ നേതൃത്വത്തിൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഓരോ മേഖലയിലും നടന്ന അഴിമതിയുടെ മുഴുവൻ രേഖ ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുക. തിരുവനന്തപുരത്തെ ജനാവലിയുടെ മുമ്പിൽ ഞങ്ങൾ രേഖകൾ സമർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നടന്ന ഓരോ കൊള്ളയുടെയും രേഖകൾ, ഓരോ റോഡ്, ഓരോ പാർക്ക്, ഇതൊക്കെ തന്നെ പുനർനിർമ്മിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടുത്തെ കുറ്റമറ്റ രീതിയിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് അവിടെ കൊടുത്ത ടെൻഡറുകൾ, ആ ടെൻഡറുകൾക്ക് റിവൈസ് ചെയ്തത്, അതിൻ്റെ തമാശകൾ. കാരണം ഒരു വളരെ രസകരമായൊരു കാര്യം, 30 ലക്ഷം രൂപയുടെ ടെൻഡർ റിവൈസ് ചെയ്യുന്നത് 29,99,099 അതായത് 1 രൂപയാണ് റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയുള്ള ഇങ്ങനെയുള്ള ചതി, വഞ്ചന, പറ്റിപ്പ്, ഇതെല്ലാം രേഖാമൂലം ഇത് തിരുവനന്തപുരം നഗരത്തിൻ്റെ മുമ്പിൽ BJP അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ തിരുവനന്തപുരം ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയെ തുണിയുരിഞ്ഞു നിർത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് അഴിമതിയുടെ പേക്കോലങ്ങളായിട്ടുള്ള മാർക്സിസ്റ്റുകാരെ തിരുവനന്തപുരം നഗരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തുണിയുരിഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ആൾക്കാർ, ഈ തിരുവനന്തപുരത്തുകാർ ആ മാർക്സിസ്റ്റുകാരെ നോക്കിയിട്ട് സഹതപിക്കുകയാണ്, കൂവുകയാണ്, നാറ്റിക്കുകയാണ്. ഇതാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ പത്രസമ്മേളനം നടത്തിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിനെ പ്രതികരിക്കാൻ വരുന്നു. CPM ഇവിടുത്തെ കൗൺസിലർമാർ, MLA മുഴുവൻ പ്രതികരിക്കാൻ വരുന്നു. ഈ തിരുവനന്തപുരം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മാർക്സിസ്റ്റ് പാർട്ടിയെ എന്നേക്കുമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കെട്ടുകെട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയ്ക്ക് ദുർഗന്ധം വമിക്കുന്ന അഴിമതിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ളത്. എന്തായാലും വലിയ ആവേശത്തിലാണ്. ഇനി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. ഈ റിസൾട്ട് വരുമ്പോൾ തിരുവനന്തപുരം അടക്കമുള്ള വിവിധ നഗരസഭകളിൽ BJP ഉണ്ടാകും എന്ന ആത്മവിശ്വാസം S. സുരേഷ് പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പുതിയ മാറ്റം, ആ മാറ്റത്തിനു കൂടിയായിരിക്കും സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നുകൂടിയാണ് S. സുരേഷ് പറയുന്നത്. അനൂജ് ആനാവിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.